നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നലെ ആരാധനാ സമയത്ത് എനിക്കുണ്ടായ ദൈവിക അനുഭവത്തിനെക്കുറിച്ച് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരാധനാ സമയത്ത് ഭാഷാവരത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറിനോട് കൂടെ, കർത്താവേ, കാനായിലെ വെള്ളം വീഞ്ഞാക്കിയതുപോലെ എന്നെയും രൂപാന്തരപ്പെടുത്തണമേ കർത്താവേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു ശക്തി എന്നിലേക്ക് കടന്നു വരുന്നത് ഞാൻ കണ്ടു. ആ ശക്തി എന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഈ മദ്യപാനികൾ മദ്യം കുടിച്ചു കഴിയുമ്പോൾ അവരുടെ എന്തവസ്ഥയാണ്, അതുപോലെ ഞാൻ കിടന്നങ്ങ് ആടുകയാണ്. എനിക്കെന്നെ നിയന്ത്രിക്കാൻ സാധ്യമാകുന്നില്ല. അപ്പം ഞാനിവിടെ ഫ്രണ്ടിലാണ് ഇന്നലെ നിന്ന്, എല്ലാ ദിവസവും പുറകെ ആയിരുന്നു. എനിക്ക് അതിൻ്റെ വലിയ ദുഃഖമായിരുന്നു. ഇന്നലെ ഏതായാലും മുമ്പിൽ എനിക്കൊരു സീറ്റ് കിട്ടി. അപ്പോൾ എനിക്ക് ഭയം തോന്നി, ഇനി വല്ല ഇതിൻ്റെ മേളിൽ വല്ലതും ഞാൻ മറിഞ്ഞു വീഴുമോ എന്നൊക്കെ പേടി എനിക്ക് തോന്നുന്നുണ്ട്. ഞാനങ്ങ് ഏതായാലും കസേരയിലോട്ടങ്ങ് വീണ്. ഞാനങ്ങ് കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ സ്തുതിച്ചുകൊണ്ട് എണ്ണിച്ചപ്പോൾ വീണ്ടും എനിക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല. ആത്മാവിങ്ങനെ നിറഞ്ഞ് അങ്ങ് എന്നെയിട്ട് അങ്ങ് രൂപാന്തരപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് എനിക്ക് അന്നേരം ഫീൽ ചെയ്യുന്നത്. അങ്ങനെ കുറേ നേരം സ്തുതിച്ചെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് അനുഭവപ്പെടുകയാണ്, എൻ്റെ ബ്രെയിനിൽ എന്തോ ഇങ്ങനെ കർത്താവ് എന്തോ കൊട്ടുന്നു, പണിയുന്നു, എന്തോ അഴിച്ചു പണിയുന്ന പോലെ ഒരു അനുഭൂതി. കംപ്ലീറ്റ് എന്നെ അങ്ങ് മാറ്റുകയാണ്. തലയിൽ അങ്ങ് ആകെ ഇങ്ങനെ എന്തോ ഭയങ്കര കൊട്ടുപണി നടക്കുന്ന ഒരു അനുഭവം എനിക്ക് അന്നേരം ഫീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വളരെ ശാന്തത എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ 3 ദിവസത്തെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ഈ വചനം കേട്ട് നമ്മൾ പൊതുവേ ഞാൻ കൂടുന്ന ധ്യാനങ്ങളൊന്നും ഇത്രയും ഹൈ ലെവലിലുള്ള ധ്യാനമൊന്നും ഞാൻ കൂടിയിട്ടില്ല. ഈ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ ലെവൽ കൂടിയതായതുകൊണ്ട് എനിക്കങ്ങോട്ട് ബുദ്ധിയിൽ എനിക്ക് കയറുന്നില്ല. എനിക്ക് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നു. ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ബ്ലോക്ക് ആകുന്നു. എനിക്ക് വചനം അങ്ങോട്ട് ബ്രദർ ഇവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പക്ഷേ എനിക്കങ്ങോട്ട് ഇത് അകത്തോട്ട് ഉള്ളിലോട്ട് കയറുന്നില്ല, ബ്ലോക്ക് ആകുവാണ്. പക്ഷേ ഈ ആരാധനാ സമയത്ത് അതിൽ നിന്നെല്ലാം എനിക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്, അതിൽ നിന്നൊരു വിടുതൽ എനിക്ക് ലഭിക്കുകയാണ് ഞാൻ അനുഭവപ്പെട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കർത്താവിനോട് ഞാനിങ്ങനെ കർത്താവ് സംസാരിക്കുന്നൊന്നും വലിയതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 4 മക്കളുണ്ട്, ഭർത്താവുണ്ട്, വീട്ടിലെ കാര്യങ്ങളിലും സ്കൂളിൽ ഞാൻ അധ്യാപികയാണ്. ആ കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഒത്തിരി ബിസിയായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കർത്താവിൻ്റെ സ്വരം കേൾക്കാനൊന്നും ഞാൻ മനസ്സ് കാണിച്ചിട്ടില്ല. പക്ഷേ ഇന്നലത്തെ ഈ ആരാധനയെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് എന്നോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? എൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്, എന്നെപ്പോലെ തന്നെയാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചത്. നീ എന്നെപ്പോലാണോ? നിൻ്റെ സ്വഭാവം എന്നെപ്പോലാണോ എന്ന് കർത്താവ് എന്നോട് ചോദിക്കുകയാണ്. അതോ നീ ഫരീസ്യരെ പോലെയാണെന്ന് എന്നോട് ചോദിക്കുക. അത് കഴിഞ്ഞ് കർത്താവ് പറയാണ്, എപ്പോഴും നമ്മുടെ ഒരു പരാതിയാണ് എന്താണ്? നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല. എന്നെ മക്കൾ സ്നേഹിക്കുന്നില്ല, ഭർത്താവ് സ്നേഹിക്കുന്നില്ല, മാതാപിതാക്കൾ സ്നേഹിക്കുന്നില്ല. കർത്താവ് എന്നോട് ചോദിക്കുവാണ്, ഞാൻ നിന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എത്ര എന്നെ സ്നേഹിക്കുന്നു? അത് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിനക്ക് എപ്പോഴും വിഷമം എന്താണ്? മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കുന്നില്ലെന്നുള്ള വിഷമമാണ്. കർത്താവ് പറയുവാണ്, എനിക്കുള്ള വിഷമം എന്തുവാണ്? നീ പൂർണ്ണമായിട്ട് എന്നെ സ്നേഹിക്കുന്നില്ല, അതാണ് എൻ്റെ വിഷമം എന്ന് കർത്താവ് എന്നോട് വെളിപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് കർത്താവ് വേറെ ഒരു സ്വഭാവം എന്നെ കാണിച്ചു തരികയാണ്. നീ ആ ഫരീസ്യരെ പോലെ അല്ലേ, ഫരീസ്യരെക്കാളും വലുതാണെന്ന് പറയുകയാണ്. ഫരീസ്യരുടെ മീൻസ് മോശമായിട്ടുള്ള ആൾക്കാരിൽ നമ്പർ 1 നീ തന്നെ എന്ന് കർത്താവ് പറയുകയാണ്. കാരണം എന്താണ്? പാപിയെ കർത്താവിനെ രക്ഷിക്കാൻ സാധിക്കും, പക്ഷേ ഫരീസിനെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവൻ വിധിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിനോട് ചോദിക്കുകയാണ്, ഏത് ഏറാണ് കൂടുതൽ വേദനാജനകം, കല്ലേറോ വാക്കേറോ? ഏതാണ്? വാക്കേറാണ് കർത്താവേ. കല്ലേറ് 4 ദിവസം കൊണ്ട് സൗഖ്യപ്പെടും, പക്ഷേ വാക്കേറോ സൗഖ്യപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഹൃദയത്തിനെയാണ് മുറിവേൽപ്പിക്കുന്നത്. അപ്പോൾ കർത്താവ് കാണിക്കുകയാണ്, ബ്രദർ ഈശോയുടെ രൂപത്തിൽ നിൽക്കുകയാണ്. ഞാൻ ഏറ്റവും വെറുക്കുന്ന വ്യക്തി, അല്ലെ എൻ്റെ ശത്രുവായിട്ട് ഞാൻ കാണുന്ന വിധിക്കുന്ന വ്യക്തി ബ്രദറിൻ്റെ അടുത്തായിട്ട് നിൽക്കുകയാണ്. ഈശോ ആ പാപിനിയായ സ്ത്രീയുടെ സംഭവം കാണിക്കുകയാണ്. ഈശോ പറയുകയാണ്, ഞാൻ ആ ഫരീസ്യരോട് പറഞ്ഞു,
നിങ്ങളിൽ പാപമില്ലാത്തവര് ഇവളെ കല്ലെറിയട്ടെ. അവരെന്ത് ചെയ്തു? അവരെല്ലാവരും കല്ലിട്ടിട്ട് തിരികെ പോയി. നീ എന്ത് ചെയ്യുന്നു? നമ്മളത് ചിന്തിക്കണം, എന്ത് ചെയ്യുന്നു? അപ്പോൾ ബ്രദർ ഇവിടെ ഈശോയുടെ രൂപത്തിൽ നിൽക്കുന്നു. ഇവിടെ ആര് നിൽക്കുന്നു? നമ്മൾ വെറുക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ നിൽക്കുന്ന ബ്രദറിൻ്റെ അടുത്ത്. പാപിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ വാക്കേറ് നടത്തുകയാണ്. വാക്കേറ് നടത്തുന്ന സമയത്ത് ബ്രദർ പറയുകയാണ്, എന്ത് പറയുകയാണ്? പാപമില്ലാത്തൊരു കല്ലെറിയട്ടെ, വാക്കെറിയട്ടെ എന്ന് പറയുകയാണ്. അന്നേരവും പാപമില്ലാത്തവര് ആദ്യം കല്ലെറിയട്ടെ, പാപമില്ലാത്തവരാദ്യം കല്ലെറിയട്ടെ എന്ന് ഈശോയുടെ രൂപത്തിൽ ബ്രദർ എന്നോട് പറയുകയാണ്. വാക്കെറിയട്ടെ, വാക്കേറ് നടത്തട്ടെ പാപമില്ലാത്തവര്. അന്നേരവും ഞാനെന്ത് ചെയ്യും? ഒന്ന് ഓർത്തേ, നമ്മളെന്ത് ചെയ്യും? നമ്മളെന്ത് പറയും? നമ്മൾ പറയും, കർത്താവേ, ഞാൻ ചെയ്ത പാപത്തിനേക്കാളും വലിയ പാപിയാണ് ഈ ബ്രദറിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഞാൻ അന്നേരവും കല്ല് താഴെ ഇട്ടിട്ട് പോകുന്നില്ല, ഞാൻ വിധിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുകയാണ്, എന്നേക്കാളും വലിയ പാപിയാണ് കർത്താവേ. ബ്രദറിന് മനസ്സിലാകുന്നില്ല, എന്നേക്കാളും വലിയ പാപിയാണ് ബ്രദറിൻ്റെ അടുത്ത് നിൽക്കുന്നത്. അന്നേരവും ഞാൻ കല്ലെറിയുന്നില്ല, പിന്നെ വിധിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നിന്റെ സ്വഭാവം. അപ്പോൾ ഫരീസിയർ നമ്മളെക്കാളും ഭേദമാണോ എന്നൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഒരു ഫരീസി പോലും കല്ലെറിഞ്ഞില്ല. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഫരീസിയറിൻ്റെ സ്ഥലത്ത് ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പം ആ പാപിനിയായ സ്ത്രീയെയും അതുകൂടാതെ ഈശോയും കല്ലെറിഞ്ഞിട്ട് പോകുമായിരുന്നു. അങ്ങനെ ചെയ്യുമായിരുന്നു. ചിന്തിക്കാനുള്ള അത് കർത്താവ് പറയുകയാണ്. അങ്ങനെ ദൈവത്തിനെ സ്നേഹിക്കണമെന്നും ഫരീസ്യ സ്വഭാവം മാറ്റണമെന്നും ഉള്ള ഒരു ബോധ്യം എനിക്ക് ലഭിച്ചു. അങ്ങനെ ഇന്നലെ വൈകുന്നേരം തൊട്ട് കൂടുതൽ നന്നായിട്ട് എനിക്ക് വീട്ടിൽ ചെന്നിട്ടും കൂടുതൽ നന്നായിട്ട് എനിക്ക് പെരുമാറാൻ സാധിച്ചെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ കൊച്ചു കാര്യത്തിന് പിള്ളേരെ വഴക്ക് പറയുമായിരുന്നു, ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയുമായിരുന്നു. ഇന്ന് രാവിലെ വരെ മൗനം പാലിക്കാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല.